ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകളുണ്ട്. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും ഉദ്ഹിയത്ത് അറുക്കേണ്ടതുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു, സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ സ്വീകരിച്ച രീതി ജാബിർ റളിയല്ലാഹു അൻഹു പറയണം. അദ്ദേഹം പറഞ്ഞു, ഷഹീതുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അദ്ഹ ബിൽ മുസല്ല, ഈദുൽ ഹിൽഹന്റെ അന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു, മുസല്ലയിൽ പങ്കെടുത്തു. ഫലമ ഖളാ ഖുതുബതഹു നസല മിൻബരിഹി, ഖുതുബ നിർവഹിച്ചതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിൽ നിന്ന് ഇറങ്ങി. വഉതിയ ബി കബിശ്, ഒരു കബിശ്, ഒരു ആടിനെ കൊണ്ടുവന്നു. ഫദബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, സ്വന്തം കൈകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അറുത്തു. വഖാല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഹാദാ അന്നി വഅമ്മൻ ലം യുളഹി മിൻ ഉമ്മതി, എന്നിട്ട് പറഞ്ഞു, ഇത് എന്നിൽ നിന്നും എന്റെ ഉമ്മത്തിൽ നിന്ന് ഉളഹിയത്ത് അറക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാണ് എന്താണ്, ആടിനെ കൊണ്ടുവന്നു, അറുത്തു. വേറെ ഇതിന്റെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്, 2 ആടിനെ അറുത്തു. ഒന്ന് റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി, 2 അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്നും തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി, ഉളഹിയത്ത് അറക്കാത്ത ആളുകൾക്ക് വേണ്ടി. ഒന്ന് ഈ ഹദീസ് മനസ്സിലാക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെ അറുത്തു എന്നുള്ളത് ചില റിവായത്തുകളിൽ 2 അറുത്തു എന്നുള്ളത്. അതാ ഒന്നിനെ അറുത്തത് ആർക്ക് വേണ്ടിയിട്ടാ? റസൂലുള്ളാഹിക്ക് വേണ്ടി, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വേണ്ടി. മറ്റേതൊന്ന് രണ്ടാമത് അർത്ഥം എന്ന് പറഞ്ഞത് ഉളഹിയത്ത് അറക്കാത്ത ആളുകൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി. ഒരു ഹദീസ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഹദീസ് വന്നിട്ടുള്ളത് അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം പറയണം, സഅൽതു അബൂ അയ്യൂബ് അൽ അൻസാരി കൈഫ കാനത്തുൽ ലഹായ അലാ ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഉളഹിയത്ത് അറക്കാറുണ്ടായിരുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, കാന റജുലു യുളഹി ബിശാതി. കേട്ടോ, സഹാബത്ത് സ്വീകരിച്ച നിലപാട്. ഒരാടിനെ അറക്കും. ആർക്ക്? അനഹു വാൻ അഹ്ലി ബൈത്തി, അവനും അവന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരാടിനെ അറക്കുമായിരുന്നു. ഫയകുലൂൻ വയുത്ഇമൂൻ, അവരതിൽ നിന്ന് തിന്നും മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഹത്താ തബാഹ നാസു ഫസോറത്ത് കമാ തറ, പിന്നീട് ജനങ്ങൾ അതിൽ പരസ്പരം ദുരഭിമാനം പെരുമനടിക്കലായി. അങ്ങനെ നിങ്ങൾ കാണുന്നത് പോലെ ആയിത്തീർന്നെന്ന് പറയുന്ന ഹദീസ്. അപ്പൊ ഈ ഹദീസിന്റെ ഭാഗം എന്താണ്? അവർ ചെയ്യാറുണ്ടായിരുന്നത് അവർക്കും അവന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരാടിനെ അറക്കും. ഇത് തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ഹദീസുകൾ പറഞ്ഞു. ഇനി ഹദീസിന്റെ ഷർഹ് എന്ന് എന്താ മനസ്സിലാണത്? ഈ ഹദീസിനെ ഷർഹ് ചെയ്തുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ 1-2 ഷർഹുകൾ വായിച്ചുതരാം. തുഹ്ഫത്തുൽ അഹ്വദിൽ ഇതിന്റെ ഷർഹായിട്ട് പറഞ്ഞു, ഹാദിൽ ഹദീസു നസ്സുൻ സ്വരീഹുൻ, ഈ ഹദീസ് വ്യക്തമായിട്ടുള്ള നസ്സാണ്. എന്തിന്? അന്ന ഷാത്തുൽ വാഹിദത്തു ജുസ്യു അനി റജുലി വഅൻ അഹ്ലി ബൈത്തിഹി, ഒരൊറ്റ ആട് അവനും അവന്റെ കുടുംബത്തിനും മതിയാവും. വൈൻ കാനു കസീന വഹുവൽ ഹഖ്, അവർ ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും അതാണെന്ത്? ഹഖ്. തുഹ്ഫത്തുൽ അഹ്വദിൽ ഇതിന്റെ ഷർഹിൽ പറഞ്ഞതാണ് ഒരു ഷർഹ്. ഈ ഷറയിൽ പറഞ്ഞെന്താ മനസ്സിലായല്ലോ? ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. അവന്റെ കുടുംബത്തിനും ഒരൊറ്റാട് മതി. വൈൻകാനു കത്തീരീന, അവർ ധാരാളം ആളുകളുണ്ടെങ്കിലും. ഇനി ഷൗക്കാനി പറഞ്ഞു നെയ്ലൗത്താറില്, വൽ ഹഖ് അന്ന ഷാത്തുൽ വാഹിദ തുജ്സിയു അൻ അഹ്ലിൽ ബൈത്തി വൈൻകാനു മിഅത നഫ്സിൻ ഔ അക്തർ, അവർ 100 ആളുകളുണ്ടെങ്കിലും, ഒരൊറ്റ കുടുംബമാണെങ്കിൽ, അവർ 100 ആളുകളാണെങ്കിലും ശരി. കമാ ഖലത്ത് ബിദാലിക സുന്ന, അതാണ് സുന്നത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നെയ്ലൗത്താർ എന്നുള്ള ഷർഹ് വായിച്ചു, തുഹ്ഫത്തുൽ അഹ്വദിൽ നിന്നുള്ള ഷർഹ് വായിച്ചു, സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 100 ആളുകളാകട്ടെ, അതിൽ കൂടുതൽ ആളുകളാകട്ടെ, അപ്പൊ അവരൊറ്റ കുടുംബമാണ്. അവരുടെ മസ്റഫ് ഒന്നാണ്, അവരുടെ വരവൊന്നാണ്, ചെലവൊന്നാണ്, തീറ്റൊന്നാണ്, കുടിയൊന്നാണ്. ഒരൊറ്റ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടെങ്കിലും അതാണ് അടിസ്ഥാനം. അവർക്ക് എന്താണ്? ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു ബഖറത്തിനെ അല്ലെങ്കിൽ ഒരു നാഖത്തിനെ മതിയാകുന്നതാണ്, അത് മതി. എന്നാൽ അവർ ഒന്നിലധികം കുടുംബങ്ങളിലാണെങ്കിൽ, അവർ വേറെ വേറെ താമസിക്കുകയാണെങ്കിൽ, വേറെ വേറെ കുടുംബങ്ങളായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർ വേറെ വേറെ അറക്കണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ഈ ഹദീസിനെ വിശദീകരിച്ച് അവർ പറഞ്ഞു. സ്വതന്ത്രമായ കുടുംബങ്ങളിലാണെങ്കിൽ, അവർ വേറെ വേറെ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഓരോരുത്തരും വേറെ വേറെ അറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യത്തിൽ ഇതാണ്, ഇത് ഒന്നിലധികം ആളുകൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് മതിയാകും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അതിന്റെ ഷറകൾ എന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇവിടെ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളെ വിശദീകരിച്ചിട്ട് ഖുർത്തുബി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ഉദ്ഹിയത്ത് അറുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്ത് പ്രത്യേകം അറക്കാൻ കൽപ്പിച്ചതായിട്ട് ഒരു രേഖയും വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ തീർച്ചയായും അത് ഉദ്ധരിക്കപ്പെടുമായിരുന്നു. മറിച്ച് ആ ഹദീസിലുള്ള എന്താ? റസൂലുള്ളാഹിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒന്ന് അറുത്ത്. സഹാബത്തിന്റെ രീതി എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖുർത്തുബി വിശദീകരിച്ചതായിട്ട് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. അത് ഇബ്നു ഉസൈമീനും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരോട് അങ്ങനെ കൽപ്പിച്ചതായിട്ട്
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിൽ വേറെയും തെളിവുകൾ അതിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്നിലധികം കൂടുതൽ ഒരാൾ അറുത്താലോ അത് ഹറാമോ വിദഅത്തോ ഒന്നുമല്ല. ചില ആളുകൾ പറഞ്ഞു ഒന്നിൽ ഒതുക്കുന്നതാണ് അഫ്ദൽ. ഇബ്നു തൈമിയ്യയൊക്കെ അഭിപ്രായക്കാരനാണ്. ഒന്നിൽ ചുരുക്കുന്നതാണ്, ഒന്നിൽ കൂടുതൽ ഒരു ഫാമിലിയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വർദ്ധിപ്പിക്കാതിരിക്കുന്നതാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ 22 ആളുകളുള്ള ഒരു കുടുംബം ഒരു ചോദ്യം ചോദിച്ചു, ഒന്നറുത്താൽ മതിയെന്ന് ചോദിച്ചു. ലജ്നത്ത് ദായിമ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ അറുക്കാൻ ഒന്ന് മതിയാകുന്നതാണ്. ഇനി ഒന്നിൽ കൂടുതൽ അവർക്ക് സാധിക്കുമെങ്കിൽ അത് അഫ്ദലാണ് എന്ന് പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. എന്താണെങ്കിലും ഒന്നിൽ കൂടുതൽ അറുക്കുകയാണെങ്കിൽ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ലാ ഹറജ്, കുറ്റമല്ല, അവർക്ക് അതിന് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു സിമർ ഒന്നിൽ കൂടുതൽ വർദ്ധിപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ചെയ്താൽ അത് തെറ്റാണെന്നുള്ളത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഇബ്നു സിമീൻ അത് വിശദീകരിക്കുന്നത് തെറ്റാണെന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അദ്ദേഹം അതിന് വേറെ ചില തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. ഒരാൾ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത്. ഒരാൾ ചുരുക്കി, ഒരാൾ നീട്ടി. ആർക്കാ പ്രതിഫലം കൂടുതലുള്ളത്? ആർക്കാന്നുള്ളത് അറിയാലോ. ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ചു എന്നുള്ളതാണ്, ലഘുവായിട്ട് നിസ്കരിച്ചു എന്നുള്ളതാണ്. ആർക്കാ പ്രതിഫലം? വേറെ ഉദാഹരണം അദ്ദേഹം കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ 2 ആളുകൾ യാത്ര പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ കൂട്ട 2 ആളുകൾ വെള്ളം ഉണ്ടായില്ല, തയമ്മം ചെയ്ത് നിസ്കരിച്ചു. 2 ആൾ നിസ്കരിച്ചു, പിന്നീട് വെള്ളം കണ്ടു, ഒരാൾ എന്ത് ചെയ്തു? വീണ്ടും വുദൂഎടുത്തു, നിസ്കാരം മടക്കി നിസ്കരിച്ചു. മടക്കി നിസ്കരിച്ച ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നിനക്ക് 2 കൂലിയുണ്ട്. മടക്കി നിസ്കരിക്കാത്ത ആളോട് പറഞ്ഞത് എന്താ? അസബ്ത സുന്ന, നിനക്ക് സുന്നത്ത് കിട്ടി. അവിടെ അഫ്ദൽ ഏതാ? അല്ലെ, അസബ്ത സുന്ന എന്നാ പറഞ്ഞത് മടക്കി നിസ്കരിക്കാത്ത ആളോട്. എന്നാൽ മടക്കി നിസ്കരിച്ചത് തെറ്റാണോ? തെറ്റല്ല. ഇതാണ് ഇബ്നു തൈമിയ്യയുടെ കാഴ്ചപ്പാട്. അപ്പൊ അതിൽ വേറെ കുറെ ചർച്ചകളുണ്ട്. അപ്പൊ തെറ്റല്ല, എന്നാൽ ഒരിക്കലും അതെന്താകരുത്, അതൊരു ദൂർത്തിലേക്ക്. നമ്മുടെ മഹലുകളിലൊക്കെ എന്താ വെച്ചാൽ ആളുകളുടെ വലുപ്പം, പത്രാസും സ്റ്റാറ്റസും തീരുമാനിക്കുന്നത് ബലിയുടെ ഉദഹിയത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് തീരുമാനിച്ചിട്ടാ. ഒരു വീട്ടിൽ 5 ആളുകളുണ്ട്, വാപ്പൊന്ന്, മക്കള് 5 ആളുകളും, അല്ലെങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങളും ഇവരൊക്കെ പാടെ കൂടി ഇത്ര ഇന്ന തറവാട്ടിന്ന് ഇന്ന കുടുംബത്തിന്ന് 5 ഉദഹിയത്താണ്. അതിന്റെ പേരിൽ ഈ ദുരഭിമാനവും റിയാവും ഒക്കെ കടന്നു വരുന്നത് ശ്രദ്ധിക്കുമാണ്. അപ്പോൾ ആ വിഷയത്തിലുള്ള ചർച്ച ഇതാണ്. അപ്പോൾ ഒന്ന് മതിയാകുന്നതാണ്, അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.